കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ മലബാർ മട്ടൻ ദം ബിരിയാണിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. മട്ടൻ നന്നായി വാഷ് ചെയ്ത് അതിനകത്തെ വെള്ളമെല്ലാം ഒരു സ്ട്രെയിനറിലേക്ക് ചേർത്ത് കളഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ മസാല മട്ടൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യം ഇല്ല. കാരണം മട്ടനിൽ നിന്നും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നതാണ്. അതുകൊണ്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുക്കർ അടച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 3 വിസിൽ സമയം വരെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും 8 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് 8 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 8 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവ സ്ലൈസ് ചെയ്തത് ഇതിനകത്തേക്ക് ചേർത്ത ശേഷം ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് സമയം ഞാനിതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ചെറുതായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ പച്ചമുളകിൻ്റെ എണ്ണം 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിച്ചേർക്കുക. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ആ സവാള ഒന്ന് നല്ലതായി സോഫ്റ്റായി വരുന്ന സമയം വരെ ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ അതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വലിയ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇവ ചേർത്ത ശേഷം നമുക്കിതൊന്നുകൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ഇറച്ചിക്കനുസരിച്ച് സവാളയുടെ എണ്ണം ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന സമയം വരെ ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം ആവശ്യത്തിന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് കൂടുതലായി എടുക്കുക. പുതിനയില അതിൻ്റെ പകുതി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇവ അരിഞ്ഞത് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കിലോ മട്ടൻ എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും മസാല തയ്യാറാക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അല്പം മാത്രം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അത്യാവശ്യം പുളിയുള്ള 3/4 കപ്പ് അളവിൽ തൈര് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈരിൻ്റെ പുളിയെല്ലാം നോക്കിയതിന് ശേഷം മാത്രം വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കുക. മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാനിവിടെ പ്രഷർ കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മട്ടനെല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മട്ടൻ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്ത് നിന്ന് ഒരു പീസ് എടുത്ത് അത് ആവശ്യത്തിന് കുക്കായിട്ടുണ്ടോ എന്നെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഇളയ മട്ടനാണെങ്കിൽ ഒരു 2 വിസിലൊക്കെ ആവുന്ന സമയം കൊണ്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന മട്ടൻ്റെ വേവിനനുസരിച്ച് ആവശ്യത്തിന് നോക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ മട്ടനെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയ്ക്കകത്തേക്ക്
ഈ മട്ടനും അതിനകത്തെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മസാലയിൽ കിടന്ന് ആ മട്ടൻ ഒന്നുകൂടെ കുക്കായി കിട്ടണം. എങ്കിൽ മാത്രമേ ആ മസാലയുടെ ഫ്ലേവർ എല്ലാം മട്ടനിലേക്ക് നന്നായി പിടിച്ചു കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്തതിന് ശേഷം ഞാനിത് കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ആ മട്ടൻ്റെ മസാലയ്ക്ക് ആ മട്ടൻ്റെ ടേസ്റ്റ് എല്ലാം നന്നായി ഇറങ്ങി വരികയുള്ളൂ. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കണം. അതിനായി ഞാനിവിടെ 8 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അരി നന്നായി വാഷ് ചെയ്തതിന് ശേഷം അതിലെ വെള്ളമെല്ലാം സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജീരകശാല അരിക്ക് പകരം കൈമ റൈസോ UTC റൈസോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കാഷ്യൂ നട്ട്സ് ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് റേസിൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കളർ മാറി തുടങ്ങുന്ന ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് റേസിൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റേസിൻസും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും എല്ലാം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് ഇത് അടുപ്പിൽ നിന്നും കോരി മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ റേസിൻസും എല്ലാം ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു വലിയ കഷ്ണം കറുകപ്പട്ടയും അതുപോലെ ഒരു 5 ഗ്രാമ്പൂവും 3 ഏലക്കായും അതുപോലെ തന്നെ ഒരു ബേ ലീവ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ തീയിലിട്ട് ഞാനിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ക്യാരറ്റ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഞാനിത് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് ചേർക്കുന്ന സ്റ്റെപ്പ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുതിർത്താതെ വെക്കുന്നത് കൊണ്ട് 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുതിർത്തിട്ടാണ് ചോറ് വെക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ചോറിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ആ വെള്ളത്തിൽ നിന്നും ഒരു പിടി മുന്നിൽ നിൽക്കുന്ന വിധത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഇത് ഞാനിവിടെ അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് വെള്ളം നന്നായി വെട്ടി തിളച്ച് തുടങ്ങിയതിന് ശേഷം അരിയും ചോറും ഒരേ ലെവലിൽ വരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ചോറ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ചോറെല്ലാം ആവശ്യത്തിന് ഒന്നിനോടൊന്ന് ഒട്ടാത്ത വിധത്തിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കണം. അതിനായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൻ മസാലയിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കണം. ഇതിനകത്തേക്ക് ഒരു 20 മിനിറ്റ് സമയം കുക്കായപ്പോഴേക്കും ആ മട്ടൻ്റെ ടേസ്റ്റ് എല്ലാം ആ മസാലയിലേക്ക് നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് മാത്രമേ ഗ്രേവി ഉള്ളൂ.
ഇതിനകത്തേക്ക് നമുക്ക് ചോറ് ലെയറായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ടകളൊന്നും കൂടാതെ തന്നെ പെർഫെക്റ്റായിട്ട് സെർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ചോറ് ഞാൻ ഇതിന് മുകളിലായിട്ട് ഒരു ലെയർ ചേർത്തതിന് ശേഷം പിന്നീട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും എല്ലാം ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് നന്നായിട്ടൊന്ന് നിരത്തി വെച്ചതിന് ശേഷം ആദ്യം തന്നെ ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗരം മസാല, ഒരു നുള്ള് ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടി ഞാനിവിടെ ഫുഡ് കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കുറച്ച് പാലിൽ കലക്കി എടുത്തിട്ടുണ്ട്. നല്ല മഞ്ഞ കളർ തന്നെ ഈ സമയത്ത് നമുക്ക് ചോറിന് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ബാക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് കൂടെ ഇതിന് മുകളിലായി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിന് മുകളിലായിട്ട് ഒരു നുള്ള് ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും എല്ലാം ഇതിന് മുകളിലായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് പാലിൽ ചേർത്ത മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്കിത് ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് ദം ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒട്ടിച്ചതിന് ശേഷം മൂടി വെക്കാവുന്നതാണ്. ഞാനിവിടെ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് ലിഡ് കൊണ്ട് അടച്ചു വെക്കുന്നുണ്ട്. ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് സമയമാണ് ഞാനിവിടെ ദം ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ ദം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസായി താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ മട്ടൺ മസാല ഒന്ന് ആ ചോറുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിനകത്തേക്ക് കുറച്ച് മട്ടൺ മസാലയും അതുപോലെ ചോറും ഒന്ന് സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാർ മട്ടൺ ദം ബിരിയാണിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.